ശബരിമല സ്വർണ്ണക്കൊള്ള തന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമാകുമെന്ന് ഉറപ്പായതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടിയ മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചു വിജയിച്ച ആയുധം കൂടുതൽ ശക്തിയോടെ പ്രയോഗിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധത്തിലായിരുന്ന ഇടതുമുന്നണി സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികൾ UDF ആണെന്ന പ്രചാരണം ശക്തമാക്കിയാണ് തിരിച്ചടിക്കുന്നത്. രണ്ടു മുന്നണികളെയും പഴിചാരി വിവാദത്തിൽ രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാൻ BJPയും രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യങ്ങൾ മാറാൻ പോകുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. UDF നിയമസഭയിൽ തന്നെ അത് വളരെ കൃത്യമായി തന്നെ എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് നിയമസഭയിൽ നടത്തിയത്. അത് LDFും തിരിച്ചറിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലും അങ്കലാപ്പിലുമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജയിലിലാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ CPM പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ ഇത്തവണ UDF ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്താൽ അതിശക്തമായി കടന്നാക്രമിക്കാനാണ് CPMൻ്റെയും ഇടതുമുന്നണിയുടെയും തീരുമാനം. UDF സർക്കാരിൻ്റെ കാലത്ത് 2004 ഇപ്പോഴത്തെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ആദ്യമായി എത്തിയത് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, മുഖ്യമന്ത്രിയുടെ ആരോപണം അത് കടന്നാക്രമണത്തിൻ്റെ സൂചനകൾ നൽകുന്നതാണ്. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വലിയ ആളായതും UDF ഭരണസമിതി ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന കാലത്തെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. പോറ്റി അവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിലേക്കല്ല മറിച്ച് പ്രത്യാക്രമണത്തിലേക്ക് പോകാനാണ് CPMൻ്റെയും ഇടതുമുന്നണിയുടെയും തീരുമാനം. അടൂർ പ്രകാശിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതും ഇടതുമുന്നണിയും CPMും ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെതിരെ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് UDF. കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിന് പകരം, കടകംപള്ളി അറസ്റ്റ് ചെയ്തതിന് പകരം അടൂർ പ്രകാശിലേക്ക് വരുന്നത് രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമെന്നാണ് UDFൻ്റെ വിമർശനം. രാഷ്ട്രീയമായി LDF പ്രതിരോധത്തിലാകുമ്പോൾ അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്ത് UDFും തെറ്റുകാരെന്ന് വരുത്തിയെടുക്കാനുള്ള ശ്രമം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്നാണ് UDFൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇത് വലിയൊരു അവസരമായി BJPയും കാണുന്നുണ്ട്. രണ്ട് മുന്നണികൾക്കുമെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി BJPയും തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉപയോഗിക്കും. BJPയുടെ ദേശീയ അധ്യക്ഷനടക്കം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞത് അക്കാര്യമാണ്. രണ്ട് മുന്നണികളും ശബരിമലയിൽ തുല്യ കുറ്റവാളികളാണ്. അതിലൂടെ ഉണ്ടാകുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള വികാരം അത് വോട്ടായി മാറിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തങ്ങളായി മാറാനാണ് BJPയുടെ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്നവയെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ആരോപണം നേരിടുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ആന്റണി 2 കോടി രൂപ വാങ്ങിയിരിക്കുന്നത്. ഈ പണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉപയോഗിച്ചോ എന്ന് വ്യക്തമാക്കണം. CPMനെതിരെ ചെറിയ ആരോപണം പോലും പൊലിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ആന്റണി MP 2 കോടി രൂപ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് വാങ്ങിയവരും കൊടുത്തവരും സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കേണ്ടത് ഈ 2 കോടി രൂപയെ സംബന്ധിച്ചിടത്തോളമുള്ള കണക്കും ഏത് നിലയ്ക്കാണ് ഈ കാശ് വാങ്ങിയത്, അതിൽ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ചെറിയ സാമ്പത്തിക തിരിമറികൾ ഉള്ളപ്പോൾ പോലും ചില മാധ്യമങ്ങളൊക്കെ അത് വലിയ സംഭവമാക്കി ചിത്രീകരിച്ച് ഇടതുപക്ഷത്തിനെതിരായിട്ട് എങ്ങനെ അല്ലെങ്കിൽ CPMനെതിരായിട്ട് എങ്ങനെ അത് വളച്ചൊളിച്ചു വിടാം എന്ന് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മുണ്ടുന്നില്ലായിരുന്നു.
അപ്പോൾ ഇത് അങ്ങേറ്റ ഗൗരവമുള്ള വിഷയമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.